കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ. ആകപ്പാടെയുള്ള 100 എംപിമാരിൽ തിരുവനന്തപുരത്ത് നിന്നൊരു എംപിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂർ മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് BJP കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിനെ വഞ്ചിക്കുന്നു, ചതിക്കുന്നു, ബഹുമാനിക്കുന്നില്ല എന്നുള്ള പരാതിയുമായി കോൺഗ്രസ് നേതൃത്വം നടക്കുകയാണ്. തരൂരാവട്ടെ തന്റേതായ വഴി തുറന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തരൂർ ദേശസ്നേഹത്തിന്റെ വക്താവായി മാറിയിരിക്കുന്നു. തരൂരിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജയ് ഹിന്ദിൽ പൊതിഞ്ഞ ദേശസ്നേഹമാണ്. അതാണ് കോൺഗ്രസുകാരുടെ ഉറക്കം കെടുത്താൻ പ്രധാന കാരണം. തരൂർ BJPക്കും മോദിക്കും അനുകൂലമായ നിലപാടല്ല എടുക്കുന്നത്, നേരെ മറിച്ച് രാജ്യത്തിന് അനുകൂലമായ നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായി തരൂർ പറയുന്നു, രാജ്യത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കാത്തു സൂക്ഷിച്ചുവെന്ന്. മോദി സർക്കാർ ആഗ്രഹിക്കുന്നത്, BJP ആഗ്രഹിക്കുന്നത് ആ ഒരു നല്ല വാക്കാണ്. അതുകൊണ്ടാണ് ഉത്തരവാദിത്വത്തോടെ തരൂരിനെ ഈ ഡെലിഗേറ്റ് സംഘത്തിന്റെ തലവനായി അയച്ചത്. ഇന്നലെ ന്യൂയോർക്കിലെത്തിയ ഉടൻ തന്നെ തരൂർ ഇന്ത്യൻ കോൺസുലേറ്റിൽ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ കൂടെയുണ്ടായിരുന്ന എംപിമാരൊക്കെ തരൂരിന്റെ അസാധാരണമായ വാക്കുകൾക്ക് മുമ്പിൽ തരിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 7 എംപിമാരുടെ ഒരു സംഘമായിട്ട് തരൂരിന് തിരക്ക് പിടിച്ച പരിപാടിയായിരുന്നു. തരൂരിന്റെ പത്രസമ്മേളനം ഇന്നലെ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിച്ചു. മാത്രമല്ല തരൂരിന് ഒരുപാട് പരിപാടികൾ ക്ഷണിക്കപ്പെടുന്നുണ്ട്. അന്തസ്സുള്ള ഇന്ത്യയുടെ നിലപാട് തരൂർ ഇന്നലെ ന്യൂയോർക്കിലെ പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു. ഞാൻ കേന്ദ്ര സർക്കാരിന്റെയോ BJPയുടെയോ പ്രതിനിധിയല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല. സർക്കാരിന് വേണ്ടി വാദിക്കേണ്ട വാദവും എനിക്കില്ല. പക്ഷെ ഞാൻ രാജ്യത്തിന് വേണ്ടി വാദിക്കും. കാരണം എന്റെ രാജ്യം മഹത്തായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. തരൂർ ആവേശത്തോടുകൂടി പറയുക. ഇത് തന്നെയാണ് വാസ്തവത്തിൽ തരൂരിനെ പ്രതിനിധി സംഘത്തിന്റെ തലവനാക്കാൻ മോദി സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ ആവശ്യമാണ്. തരൂരിനെ പോലെ ലോകമെമ്പാടും ബന്ധങ്ങളുള്ള മറ്റൊരു ബ്രാൻഡ് അംബാസഡർ ഇല്ല എന്ന് മോദിക്ക് അറിയാം. ഇത് പക്ഷേ കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല. അവർ തരൂരിനെ ചവിട്ടി പുറത്താക്കുന്ന സമയം നോക്കിയിരിക്കുന്നു. തരൂരാവട്ടെ ബോധപൂർവം രാജ്യസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നു. BJPക്കാരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള, കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള രാജ്യസ്നേഹം, ദേശസ്നേഹമാണ് തരൂരിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.